കാര്യം നിങ്ങൾ അതായത് വിശ്വസ്തതയായത് കാരണം വിശ്വസ്തതയ്ക്ക് അതിൻ്റെ നമ്മുടെ വോളിയം നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസ്തയുടെ ഒരു തീവ്രതയുണ്ടല്ല, വിശ്വസ്തയുടെ തീവ്രത അത് നമ്മൾ കീപ്പ് ചെയ്ത് പോകണം. അതിൽ നിന്ന് വിശ്വസ്തത അല്പം കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ റിലേഷനിൽ വന്നിരിക്കുന്ന നമ്മൾ വിഷയബന്ധിയാണെന്ന് വന്നു പോകും. അതാണ്, മനസ്സിലായില്ലേ? നമ്മുടെ വിശ്വസ്തത കുറഞ്ഞു പോയാൽ, ഇപ്പോൾ പ്രാർത്ഥനാ ജീവിതമായാലും പരസ്നേഹ പ്രവൃത്തികളായാലും, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഉടമ്പടിയിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, കഴിഞ്ഞ ദിവസങ്ങളിലേ ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഇന്നലെ ഈ 2 വിശുദ്ധന്മാരുടെയും തിരുനാൾ ഒരുമിച്ച് ആഘോഷിച്ച് സഭ എല്ലാ കൊല്ലവും ഉള്ളതാണ്. അപ്പോൾ റെഡ് ഉടുപ്പ്, 2 പേരും രക്തസാക്ഷികളായത് കാരണം റെഡ് ഉടുപ്പൊക്കെ ഇട്ടാണ് കുർബാന ചെല്ലണത്. അതായത് 2 അപ്പോസ്തലന്മാരാ. പക്ഷെ ഞാനത് ഈ അപ്പോസ്തലന്മാരുടെ പേര് സങ്കീർത്തി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് യാക്കോബിൻ്റെയും പീലിപ്പോസിൻ്റെയും തിരുനാളാണെന്നപ്പോൾ എനിക്ക് ചിരി വന്ന ഉടനെ എൻ്റെ ഉള്ളിൽ. എന്താ കാര്യം? ഈ 2 കക്ഷികളും 2 തരം ആധ്യാത്മികതയുള്ള ആൾക്കാരാണ്. ഉടമ്പടിയിലാണെങ്കിൽ ഇവരുടെ 2 പേരെയും ഉടമ്പടിയിൽ കണ്ടൻറ്റ് വൈസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. യാക്കോബ് എന്തിൻ്റെ ആളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യാക്കോബ് പറയണത് യാക്കോബിൻ്റെ കാലത്ത് ഈ സഭാ കൂട്ടായ്മയൊക്കെ ഉണ്ടാകും. ആദിമസഭയിൽ സഭാ കൂട്ടായ്മയൊക്കെ ഉണ്ടാകുമ്പോൾ കുറേ ആൾക്കാർ പാപ്പടരും ഉണ്ടാവും, ഇത്തിരിയൊക്കെ ശേഷിയുള്ളവരും ഉണ്ടാവും. പക്ഷേ അവർക്കാർക്കും ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ അത് മാത്രമാണ് വിശ്വാസം എന്നുള്ള രീതിയിൽ വിശ്വാസത്തിന് മറ്റു തരത്തിലുള്ള മാനങ്ങളെക്കുറിച്ച് അവർക്ക് അത്രയ്ക്ക് ഐഡിയ ഇല്ല. ആദിമസഭയിൽ വന്നതാണ്. അപ്പം അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ മഞ്ഞുകാലത്തൊക്കെ തണുപ്പൊക്കെ കയറി പ്രാർത്ഥനാക്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറയും, തണുപ്പാണല്ല, പോയി തീ കായാൻ പാടില്ലെന്ന് ചോദിക്കും. അപ്പോൾ ഈ യാക്കോബ് ഇത് കേട്ടിട്ട് പറയും, ഇവനെന്ത് മണ്ടനാ, തീ കായാൻ വായി കിടക്കുന്ന നാക്കുകൊണ്ട് ഇതൊക്കെ തണുത്ത് വിറച്ച് വരുന്നതിനോട് തീ കായാൻ പറയാൻ ആർക്കാ പറ്റാത്തത്? ആർക്കും പറ്റും. അതിന് കെട്ടിയെടുത്ത് ക്രിസ്ത്യാനിയാകേണ്ട, വിശ്വാസം സ്വീകരിക്കേണ്ട കാര്യമില്ല. അതല്ല, നീ തീ കൂട്ടി കൊടുത്തിട്ട് അവന് ആശ്വാസം കൊടുക്കണം, പ്രാക്ടിക്കലായിരിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ വിശന്ന് വരുന്നവനോട് പറയും ഭക്ഷണം കഴിക്കാൻ പറയും, പുറത്തു പോയി. ഇപ്പം നിങ്ങൾ വിശന്ന് വരികയാണ്, എന്നാൽ നിങ്ങൾക്ക് കടയിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അതാർക്കാ പറയാൻ പറ്റാത്തത്? അപ്പോൾ വിശ്വാസവും ജീവിതവും തമ്മിൽ ഒരു കാലത്ത് ബന്ധമില്ലായിരുന്നു. ആദിമസഭയിൽ പോലും ബന്ധമില്ലായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഈ സെൻറ്റ് പോളും കുറേ കാലങ്ങളിലേക്ക് ഇതിങ്ങനെ പ്രസംഗിക്കുമായിരുന്നു. വിശ്വാസം വഴിയാണ് നമ്മൾ നീതീകരിക്കപ്പെടുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം അല്ല, അത് ആദ്യത്തെ ലേഖനമാണിത്. സുവിശേഷങ്ങൾ എഴുതണ മുമ്പ് എഴുതിയിട്ടുള്ള ലേഖനമാണ്. 55 കർത്താവ് മരിക്കണത് 32, അതുപോലെ തന്നെ അതിനുശേഷം 50, 18 ഈ 18, 5, 23 കൊല്ലം കഴിഞ്ഞപ്പോൾ എഴുതിയ പുസ്തകമാണ് ഈ റോമാക്കാരുടെ ലേഖനം. അപ്പം ആദിമസഭയുടെ ഒരു കാലമാണ്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്തെക്കുറിച്ച്? പറഞ്ഞേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ഒന്ന് പറഞ്ഞേ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ആദിമസഭയുടെ ആദ്യകാലങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ മാനങ്ങളൊക്കെ ഉണ്ടല്ലേ? എന്താണ്? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പോൾ വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയാണ്. വിശ്വസിച്ചാൽ മാത്രം മതി എന്ന് ഇത് പറഞ്ഞുകൊണ്ട് കുറേ നാളിങ്ങനെ പൗലോസ് നടക്കുമായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ പൗലോസിൻ്റെ ഉദ്ദേശം എന്ന് പറയണത് ഫസ്റ്റ് ടൈം ഗോസ്പൽ കേൾക്കുന്ന ആൾക്കാരാണ്. ആ യഹൂദന്മാരൊന്നും അല്ല. യഹൂദന്മാർക്ക് ഗോസ്പൽ ദൈവവചനം അറിയാം. അപ്പോൾ ദൈവവചനം അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ് റോമിലൊക്കെ ഉള്ളത് അന്നത്തെ കാലത്ത്. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ബിലീവ് എന്ന് പറയും. ആൻഡ് ഗെറ്റ് സേവ്ഡ്, വിശ്വസിക്കുക രക്ഷ പ്രാപിക്കുക എന്ന് പറയും. അതാണ് ആദ്യകാലങ്ങളിൽ പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷേ യാക്കോബിൻ്റെ കാലം വന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, ഈ പൗലോസ് പറയണ അത്ര ശരിയല്ലല്ല.
എന്താ കാര്യം? കർത്താവിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ അല്ല. ഈ പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ കൂടെ നടന്നിട്ടില്ലല്ലോ. ഇപ്പം കർത്താവിൻ്റെ കൂടെ നടന്നത് ആരാണ്? യാക്കോബാണ് നടന്നത്. അപ്പോൾ യാക്കോബ് പറയും, ഈ കർത്താവിൻ്റെ കൂടെയുള്ള വിയർപ്പും ഗന്ധവും ഒക്കെ അറിഞ്ഞ ഞങ്ങളാണ്. കർത്താവിൻ്റെ കഥകൾ പറഞ്ഞിരിക്കുന്ന കഥകൾ കേട്ടതും ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച സമയത്ത് ഇങ്ങനെ വിശ്വസിച്ചാൽ മാത്രം മതിയെന്ന് യേശു ഒരിക്കലും പറയത്തില്ല. യേശുവിൻ്റെ മൈൻഡ് സെറ്റ് അതല്ല, ഉള്ളിലിരിപ്പ് അതല്ല. അതിന് പത്രോസ് പറഞ്ഞു, ഞങ്ങളൊക്കെ കേട്ടിരിക്കുന്നത് സമരക്കാരുടെ കഥകളാണ്, അല്ലാതെ പൗലോസൊന്നും കേട്ടിട്ടില്ല കർത്താവിൻ്റെ വായിൽ നിന്ന്. ഞങ്ങൾ സമരക്കാരൻ്റെ കഥകൾ ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു സമരക്കാരൻ ഒരു വഴിയെ ഒരു യാത്ര ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് ഒരാൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട്, അതുപോലെ തന്നെ ഒന്ന് വായിച്ചാലോ, ലൂക്കാ 10:30. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. ഒരാളെ ഉപദ്രവിച്ചിട്ട് അയാളെ ഉള്ളതെല്ലാം കൊള്ളയടിച്ചിട്ട് അയാളെ വഴിയരികെ തള്ളിയിട്ട് കള്ളന്മാർ പോയി. വായിച്ചോളൂ അടുത്തത്. ഒരു പുരോഹിതൻ ആ വഴിയെ വന്നു. പിന്നെ അതിന് ലേവായം വന്നു. പിന്നെ ആരാ വരണത്? എന്നാൽ ഒരു സമരിയാക്കാരൻ യഹൂദന്മാരുമായിട്ട് ഭയങ്കര ഉടക്കുള്ള പാർട്ടിയാണ്. പക്ഷേ ഈ ഉടക്കുള്ള പാർട്ടി വരുമ്പോഴും ഉടക്ക് ഒന്നും മനസ്സിൽ വെക്കാതെ ഈയിടെ കിടപ്പ് കണ്ടപ്പോഴേ, അതാണ് വിഷയം. ഉടക്ക് നേരത്തെ ഇവർ തമ്മിൽ വംശീയമായ ഉടപ്പ്, സമുദായ ഉടക്കൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഏത് സമുദായ ഉടക്കുണ്ടായാലും പരസ്പര വിരുദ്ധരായാലും സുവിശേഷം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് മറന്നിട്ട് എന്താണ് ഒരു മനുഷ്യൻ്റെ ആവശ്യം അതനുസരിച്ച് അവനെ ആശ്വസിപ്പിക്കാനുള്ള ബാധ്യത വിശ്വാസിക്കുണ്ടെന്നാണ് ഈശോ പറഞ്ഞു വെച്ചത്. അല്ലേ? വായിച്ചോളൂ, വായിച്ചേ. എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഒരു വിഷയം, ഒരു സങ്കടകരമായ അവസ്ഥ കണ്ടാൽ വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ആദ്യ പ്രകടനം എന്താണ്? അവനെ കണ്ട് മനസ്സലിയണം. അല്ലെങ്കിൽ പറവോൻ്റെ ഹൃദയം പോലെ കഠിനമായി കഴിഞ്ഞാൽ വിശ്വാസിയായിട്ടും വലിയ കഥയൊന്നുമില്ല. അതാണ് വിഷയം. സുവിശേഷം വളരെ സിമ്പിളാണ്. ഞാൻ നിങ്ങളോടും ഇതിനകത്ത് ഒത്തിരി ന്യൂ കമേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് പറയണത്. കേട്ടോളൂ, വായിച്ചോളൂ. മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പൊ ഇതാണ് വിഷയം. ഒരു ബന്ധവുമില്ല, പരസ്പര ശത്രുത ഇരുന്നൊരു സമുദായമാണ്. എന്നിട്ട് പോലും അവന് അടിപെട്ട് പോയാൽ അവനെ താങ്ങിക്കൊണ്ടുപോയി പരിചരിച്ചിട്ട് അതിന് എക്സ്ട്രാ വരുന്ന ചിലവുകളും ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. അതാണ് അതിൻ്റെ ഏറ്റവും മനോഹരമായ വാക്ക്. എന്താണ് ഇവൻ? ആ വചനം നമ്പർ വായിച്ചു. ലൂക്കാ 10:35. ലൂക്കാ 10:35 ഇതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയണത്. എന്താണത്? ഇവൻ്റെ കാര്യം ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞത് എന്താണ്? വിശ്വാസം ഈശോ എന്താ പറഞ്ഞു വെക്കണത്? എബ്രഹാം വിശ്വസിച്ച് നീതിയായി പരിഗണിച്ചു എന്നല്ല പറയണത്. ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. നീ എന്ത് വിശ്വാസിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. നിൻ്റെ